പാർലമെന്റ് മണ്ഡലങ്ങളിലും പാർലമെന്റ് അംഗങ്ങളുള്ള സ്ഥലങ്ങളിലും അവരുടെ നേതൃത്വത്തിൽ ജനജാഗരൺ അഭിയാൻ, ജനജാഗരണ യാത്ര നടത്താൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ജനജാഗരണ യാത്ര സംഘടിപ്പിച്ചത്. ഒന്ന്, നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന നാണയപ്പെരുപ്പം, അതാണ് ഒരു സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം. ഈ 2 വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര സംഘടിപ്പിക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത്. യാത്ര നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാസർഗോഡ് ഉപ്പുമലച്ചോട്ടിൽ നിന്ന് ആരംഭിക്കുകയും വൈകിട്ട് ആ യാത്ര മേൽപ്പറമ്പിൽ അവസാനിക്കുകയും ചെയ്യും. മേൽപ്പറമ്പില് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ രാത്രിയാണ്. കാരണം നമ്മുടെ ഈ വിലക്കയറ്റം അനുഭവിക്കുന്ന ജനങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് MP കേൾക്കുകയും ആ ദുരിതങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനാണ് അത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളും വിവിധ കലാകാരന്മാരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം അവിടെ നടക്കുകയും രാത്രി MP-മാർ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് പ്രഭാത ഭേരിയോടുകൂടി അടുത്ത ദിവസം ആരംഭിക്കുന്നു. രാവിലെ 9:30 നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന വിവിധ മേഖലകളിലുള്ള ആളുകളുമായി ഒരു സംവാദം 9:30 മണിക്ക് സംഘടിപ്പിക്കുന്നു. ആ സംവാദത്തിൽ ഉയർന്നു വരുന്ന ജനങ്ങളുടെ വികാരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് 10:30 മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിലൂടെ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുകയും അതിനുശേഷം വീണ്ടും ഈ ജനജാഗരണ യാത്ര ആരംഭിച്ച് വൈകിട്ട് ഉച്ചയ്ക്ക് പാലക്കുന്നിൽ അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കാസർഗോഡ് MP എന്ന എനിക്ക് ഇവിടുത്തെ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ കണ്ണൂർ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന K മുരളീധരൻ, കൊല്ലത്ത് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ K സുധാകരൻ, അങ്ങനെ പാർലമെന്റ് അംഗങ്ങൾ മണ്ഡലം മാറിയും നടത്തുന്നുണ്ട്. പക്ഷെ കാസർഗോഡ് MP-യോട് കാസർഗോഡ് മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ നാണയപ്പെരുപ്പം. ഈ അടുത്ത കാലത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട്. അതിൽ 6 അംഗങ്ങളാണ്, ചെയർമാൻ അടക്കമുള്ള 6 അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ആ കമ്മിറ്റിയുടെ യോഗം കൂടി പണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് പണപരമായ, നമ്മുടെ രാജ്യത്തെ പണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഈ RBI ഗവർണർ ശക്തികാന്ത ദാസ് ചെയർമാനുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ മഹാമാരിക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ക്രയവിക്രയ ശേഷി തകർന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ വളരെ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന വിലക്കയറ്റം 4% മുതൽ 6% വരെയാണ് ആ യോഗം വിലയിരുത്തുകയും ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്ത രീതിയിൽ ഇത് പിടിച്ചു നിർത്തണം. 4%-നും 6%-നും അപ്പുറത്ത് പോകാൻ കഴിയാത്ത രീതിയിൽ പിടിച്ചു നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. 2021 ജൂൺ വരെ റീറ്റെയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം 6.9%. 4 മുതൽ 6% വരെ പിടിച്ചു നിർത്തണമെന്ന് പറയുമ്പോഴും അത് 6.9% വരെ എത്തി ജൂണിൽ. അതേസമയം അത് റീറ്റെയിൽ പ്രൈസാണ്. അതേസമയം ഹോൾസെയിൽ പ്രൈസ് 12% വരെ വർദ്ധിച്ചു.
അപ്പൊ കമ്മിറ്റി തൽസ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് ഒരു അംഗം അതിശക്തമായി ആവശ്യപ്പെട്ടു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GSTക്ക് വിടണം. മാത്രമല്ല ഇന്ധന നികുതി അടിയന്തരമായി കുറയ്ക്കണം. അത് കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് ഈ 6 സമിതിയിൽ പറഞ്ഞപ്പോൾ ഒരാള് വർമ്മ എന്ന് പറയുന്ന ഒരു മെമ്പർ അദ്ദേഹത്തിന്റെ വിയോജനക്കുറിപ്പ് എഴുതി രാജ്യം കൂടുതൽ നാണയപ്പെരുപ്പത്തിലേക്ക് പോകും, സാധാരണക്കാരായ ജനങ്ങളുടെ ക്രയവിക്രയ ശേഷി കുറയും, അവരുടെ വരുമാനം വർദ്ധിക്കാതെ സാധന സാമഗ്രികളുടെ വില കൂടുന്നതോടുകൂടി കമ്പോളത്തിൽ ക്രയവിക്രയം നഷ്ടപ്പെടും. അത് രാജ്യത്ത് ഒരു വലിയ ഭീകരത സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് അതിലൊരു അംഗം ആവശ്യപ്പെട്ടത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇത്രയും രൂക്ഷമായ വിലക്കയറ്റവും നാണയപ്പെരുപ്പവും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഒന്ന് നോട്ട് നിരോധനമാണ്, 2 അശാസ്ത്രീയമായ GST ആണ്, 3 ഡീസൽ എന്ന് പറയുന്ന ഇന്ധനത്തിന് 730% നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്, 743% നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു ടാക്സ് ടെററിസം അല്ലെങ്കിൽ ഒരു നികുതി ഭീകരത, അതോടൊപ്പം തന്നെ കാർഷിക സമരം ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി. കഴിഞ്ഞ വർഷം നമ്മുടെ ഉത്പാദനം 300 ദശലക്ഷം ടണ്ണാണ്. പക്ഷെ ഇപ്പോ ഈ കാർഷിക സമരത്തിന് ശേഷം നമ്മുടെ ഉത്പാദനത്തെ കുറിച്ചുള്ള കറണ്ട് കണക്ക് വരാത്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ കാർഷിക സമരം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഭീകരാവസ്ഥ പുറത്തു വരാത്തത് 2020 300 ദശലക്ഷം ടൺ ഉത്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഉത്പാദനം എത്ര കണ്ട് കുറഞ്ഞു എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. വിട്ട് കഴിയുമ്പോഴാണ് എത്രമാത്രം ഇത് വന്നത്. അപ്പോൾ കാർഷിക സമരമാണ് നാണയപ്പെരുപ്പത്തിന്റെ കാരണങ്ങൾ. 1 2 GST, 3 അശാസ്ത്രീയമായ നോട്ട് നിരോധനം, 4 നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രളയം, അതിലുപരി ഡീസലിന് മാത്രമായി ചുമത്തിയിരിക്കുന്ന 234% നികുതി. കമ്പോളത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനത്തിന്റെ വില കൂടുകയും പക്ഷെ ആ സാധനം വാങ്ങാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. കാരണം നമ്മുടെ വരുമാനത്തിൽ യാതൊരു വിധമായ വർധനം ഉണ്ടാകുന്നില്ല, പക്ഷെ ചെലവ് ദിവസവും കൂടി വരിക. ആ ചെലവ് കൂടി വരികയും വരുമാനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ആഗോള ഹങ്കർ ഇൻഡെക്സ് 101 മാറിയിരിക്കുകയാണ്. 2012-14 കാലത്തിൽ ആഗോള ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 57 ആയിരുന്നു. ഇപ്പോൾ 101 മാറി. അതിന്റെ അർത്ഥം കഴിഞ്ഞ 7 വർഷക്കാലത്തെ ഭരണം, നരേന്ദ്രമോദിയുടെ ഭരണം ഈ രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന എണ്ണം വർദ്ധിക്കുമ്പോൾ പണക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. നമ്മുടെ രാജ്യത്തെ ധനികന്മാരിൽ പണം കുമിഞ്ഞു കൂടുമ്പോൾ സാധാരണക്കാരെ ജനങ്ങൾ ഈ ഭരണത്തിന്റെ കെടുതികൾ മൂലം, കെടുകാര്യസ്ഥത മൂലം ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടീശ്വരന്മാർ കൂടുതൽ കോടികൾ സമ്പാദിക്കുമ്പോൾ മിഡിൽ വർഗത്തിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ദാരിദ്ര്യ രേഖയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ വരുമാനത്തിൽ യാതൊരു വർധനവുമില്ലാതെ ചെലവ് വർദ്ധിച്ചു വരുന്നു.
വരവിനേക്കാൾ കൂടുതൽ ചെലവ് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം ദൈനംദിനം വർദ്ധിക്കുകയാണ്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഇന്ധനത്തിന് ചുമത്തിയിരിക്കുന്ന നികുതി കുറച്ചേ മതിയാകും. അന്താരാഷ്ട്ര വിപണിയിൽ ഒപെക് രാജ്യങ്ങൾ ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടുന്നതനുസരിച്ചിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും വില കൂടുമ്പോൾ വില കൂടും, വില കുറയുമ്പോൾ കുറയും. പക്ഷേ ഇന്ത്യയിൽ മാത്രം ഒരു വിരോധാഭാസമായി നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ ഇവിടെ കൂടുകയും അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോഴും ഇവിടെ കൂടുകയും ചെയ്യുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കുറവ് കൺസ്യൂമേഴ്സിന് അനുഭവിക്കാതിരിക്കാൻ ടാക്സ് വർദ്ധിപ്പിച്ച് ആ വില കുറയുന്ന സമയത്തും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് UPA സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ അതേപടി ഇന്ത്യയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. വില കൂടുമ്പോൾ ഇവിടെയും വില കൂടിയിട്ടുണ്ട്, വില കുറയുമ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോഴാണ് ഡീസലിന് 10 രൂപയും 5 രൂപയും കുറച്ചത്. ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഈ 234% നികുതി ഡീസലിന് ചുമത്തിയിരിക്കുന്ന പിൻവലിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വില താഴെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും പോകും. അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയ ഈ വിലക്കയറ്റവും രാജ്യത്തിന്റെ നട്ടെല്ല് തകർക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഈ പണപ്പെരുപ്പവും തടയണമെങ്കിൽ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. അതുകൊണ്ട് കർഷക സമരം അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും 21-ാം തീയതി പാർലമെന്റ് തീരുകയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം പാർലമെന്റിനല്ലാതെ പിൻവലിക്കാനാവില്ല. അതുകൊണ്ട് അധര വ്യായാമമല്ല ആവശ്യം. ഈ നിയമം പിൻവലിക്കാനുള്ള നിയമപരമായ നടപടികൾ പാർലമെന്റ് അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ കർഷകർ 1 വർഷക്കാലമായി നടത്തുന്ന ഈ ത്യാഗോജ്വലമായ സമരത്തിന് പരിസമാപ്തി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കർഷക സമരം അവസാനിപ്പിക്കാൻ പാർലമെന്റിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഈ ബില്ല് പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയിക്കുന്നത് പെട്രോളിയം കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കണം. അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വില കൂടുമ്പോൾ ഇവിടെ കൂടിക്കോട്ടെ, വില കുറയുമ്പോൾ ഇവിടെ കുറയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. GSTയില് പെട്രോളിനെ ഡീസലിനെ കൊണ്ടുവരണം. ഇപ്പോ ഡീസലിന് മാത്രമായി ചുമത്തിയിരിക്കുന്ന ഈ 234% ടാക്സ് കേന്ദ്ര ഗവൺമെന്റ് ഈ നികുതി ഭീകരത അവസാനിപ്പിച്ച് നമ്മുടെ എക്കോണമി ഇപ്പൊ പാരലൈസ് ചെയ്തിരിക്കുകയാണ്. ആ എക്കോണമിയെ സ്തംഭനാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന ഭദ്രമാക്കാൻ നമ്മുടെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കണ്ണു തുറപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ജനജാഗരണ യാത്ര നടത്തുന്നത്. ഈ യാത്ര ഒരു സൂചന മാത്രമാണ്. ഈ പുതിയ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന വിന്റർ സെഷൻ ആരംഭിക്കുമ്പോൾ ഡൽഹിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ റാലി സംഘടിപ്പിക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ, അതായത് റാലി നടത്താൻ ഇത്ര ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ ആവശ്യമായ മൈതാനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ മറുപടി കിട്ടിയാൽ ഉടൻ ഈ റാലി ഡൽഹിയിൽ എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് അന്ന് പ്രഖ്യാപിക്കും. അതായത് ഈ ജനജാഗരൺ യാത്രയുടെ സമാപനമാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നടത്തുന്ന ഈ റാലി. ഈ റാലിയുടെ ഇവിടുത്തെ സമാപനത്തിൽ 2 ദിവസത്തെ സമാപനത്തിലും UDFന്റെ നേതാക്കന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. അവരും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജാഥയിലല്ല,
ജാഥയുടെ 2 ദിവസത്തെ സമാപന സമ്മേളനങ്ങളിൽ UDF-ന്റെ നേതാക്കന്മാരെ കൂടി പങ്കെടുപ്പിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ജാഥ കോൺഗ്രസ് നയിക്കുകയും ജാഥയുടെ സമാപനങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. പിന്നെ ഈ ജാഥയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ പതാക എംപിമാർ നേരിട്ടെടുത്താണ് ജാഥ നയിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടന പ്രസംഗങ്ങളോ ഒന്നും വലുതായിട്ട് നടത്തുന്നില്ല. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ജനങ്ങളെ മാധ്യമങ്ങളോട് അറിയിക്കാൻ ശ്രമിച്ചതിന് ശേഷം ജാഥ ആരംഭിക്കും. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റിൽ നടത്തുന്ന ഈ സംഭവം കേന്ദ്ര ഗവൺമെന്റിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അതുവഴി ജനങ്ങളെ ഈ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ അണിനിരത്തുവാനുള്ള ഒരു യാത്രയാക്കി മാറ്റാനാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. ഇതിലെല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്, ശ്രീ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ജാഥ നയിക്കുന്ന. ഞാനാണെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിരവധി യോഗങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് മണ്ഡലതല യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ജനപ്രതിനിധികൾ, സഹകാരികൾ അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഈ ജാഥയിൽ അണിനിരത്താനും ഈ ജാഥയുടെ 1-ാം ദിവസത്തെ സമാപന സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികൾ ആസൂത്രണം ചെയ്യാനും അതുപോലെ പിറ്റേന്ന് രാവിലെ ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന, ദുര്യോഗം അനുഭവിക്കുന്ന ആളുകളുടെ ആയിട്ടുള്ള ഇന്ററാക്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും ഒരു വലിയ വിഭാഗം ആളുകളുടെ സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ ഈ ഒരു ജാഥയിലൂടെ ഞങ്ങൾക്കാകണം എന്നുള്ളതാണ് ജാഥ സംഘടിപ്പിക്കുന്നപ്പോൾ ഞങ്ങൾക്കുള്ള ഉദ്ദേശം. ഇതാണ് ഈ ജനജാഗരണ യാത്രയെ കുറിച്ച് പറയാം. നമ്മുടെ ഈ കരുതൽ ശേഖരത്തിൽ ഏതാണ്ട് 55 ലക്ഷം അതിൽ എടുക്കുകയാണെന്നുള്ള അത് ഈ പല അന്താരാഷ്ട്ര പഠനങ്ങളെ മുന്നിൽ കൊടുക്കാൻ വേണ്ടിയാണ് അതുപോലെ ഈ ഭയപ്പാടിൻ്റെ ഒരു ഇതാണ് സെൻട്രോട്ടിന് ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ പറയത്തില്ലേ ഈ കരുതൽ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ധനമാണ്. എണ്ണയായാലും ശരി, ധനമായാലും ശരി, സ്വർണ്ണമായാലും ശരി, ആ കരുതൽ ശേഖരത്തിലുള്ള ഒന്നും നമ്മൾ വിറ്റ് തിന്നത്തില്ല. വിത്തെടുത്ത് കുത്തിത്തില്ലാന്ന് പറഞ്ഞില്ല. വിത്തെന്തിനാ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്? വിത്ത് അടുത്ത തവണ വിലയ്ക്കാനും അതിലൂടെ കൂടുതൽ ഉത്പാദനം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അപകടസ്ഥിതി ഉണ്ടായാൽ, രാജ്യം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലെത്തിയാൽ, സ്റ്റാഗ്നേഷനിലെത്തിയാൽ, നമ്മുടെ രാജ്യം നിശ്ചലമാകാതിരിക്കാനാണ് എല്ലാ മേഖലയിലും കരുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സ്വർണ്ണ കരുതലെടുത്ത് വിറ്റ ഗവൺമെന്റ്. അതുപോലെ ഇപ്പോൾ അവർ പറയുന്നു പെട്രോളിയത്തിന്റെ കരുതലുണ്ട്. കാര്യം അന്താരാഷ്ട്ര വിപണിയിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായാൽ, രാജ്യം നിശ്ചലമാകാതിരിക്കണമെങ്കിൽ നമ്മൾ മുൻകരുതൽ ചെയ്യണം. അത് ചെറിയ ജീവികൾ പോലും ചെയ്യുന്നൊരു കാര്യമാണ്. മഴക്കാലം വരുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ആഹാരം കരുതി വയ്ക്കുക എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ആളുകൾ. ചന്ദ്രശേഖരന് ശേഷം നമ്മുടെ സ്വർണം ഏറ്റവും കൂടുതൽ വിറ്റത് ചന്ദ്രശേഖരാണ്. അത് കഴിഞ്ഞിട്ട് വിറ്റത് നരേന്ദ്രമോദിയാണ്. മനസ്സിലായി? ചന്ദ്രശേഖരന്റെ കാലത്ത് സ്വർണം വിറ്റത് നമ്മൾ തിരിച്ചെടുത്തു. ഇപ്പൊ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. ചന്ദ്രശേഖർ വിറ്റതിന്റെ 3 ഇരട്ടിയാണ് നരേന്ദ്രമോദി വിറ്റ്. ഇപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് എണ്ണ കരുതൽ ശേഖരം ഉണ്ട്, അതിൽ കൈവയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനല്ലോ, പാരമ്പര്യമായി പൈതൃകമായി നമ്മുടെ പൂർവികന്മാർ ആർജിച്ച സ്വത്തുകൾ വിറ്റ് തിന്നാണ്. നമ്മളെ മലയാളത്തിൽ പറയുന്നത് നമ്മുടെ ഈ പൂർവിക സംഭവത്തിൽ നശിപ്പിക്കുന്ന കുടിയനായ കുത്തലെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോ 6 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അവർ വിൽക്കുന്നത് പണത്തിന് വേണ്ടി. നിത്യനിദാന ചെലവ് നടത്താൻ നമ്മള് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാം എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ലാഭകരമാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ വിൽക്കാം. പക്ഷെ പൂർണ്ണമായി ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നത്. അപ്പോ നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ, നിത്യനിദാന ചെലവ് നടത്താൻ,
ആ നിത്യനിരാക്ഷരം നടത്താനാണ് ഈ 6 ലക്ഷം കോടി രൂപയുടെ പൊതുമേഖല വിറ്റഴിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യം മുഴുവൻ സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഇപ്പൊ ബാങ്കുകൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബാങ്ക് നാഷണലൈസ് ചെയ്തു. ഇപ്പൊ നാഷണലൈസ് ചെയ്ത ബാങ്കുകളെ അമാൽഗമേറ്റ് ചെയ്യുന്നു, മെർജർ ചെയ്യുന്നു. അമാൽഗമേഷൻ പ്രോസസ് പൂർത്തിയാകുമ്പോൾ അത് സ്വകാര്യവൽക്കരിക്കുന്നു. സ്വകാര്യ ബാങ്കുകളുടെ 75% വിദേശ രാജ്യങ്ങൾ വിൽക്കുന്നു. അപ്പൊ രാജ്യം വിട്ടു തുലയ്ക്കുകയാണ്. ഓരോ എയർ ഇന്ത്യ വിറ്റ് കഴിഞ്ഞു, ടാറ്റയ്ക്ക് കൊടുത്തു. മാത്രമല്ല എയർപോർട്ടുകൾ അദാനിക്ക് കൊടുത്തു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഏറ്റെടുത്തു. എയർ ഇന്ത്യയുടെ ഓഫീസുകൾ മുഴുവൻ ടാറ്റ ഏറ്റെടുത്തു. അവിടുത്തെ സ്റ്റാഫുകളെ, ജീവനക്കാരെ ഓരോരുത്തരും പിടിച്ചുകൊണ്ടിരിക്കുക. ജനറൽ ഇൻഷുറൻസ് വരെ 1972 പാകിസ്ഥാനും ഇന്ത്യയുമായി യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ സൈനിക വ്യൂഹങ്ങളുടെ വാഹനങ്ങൾക്ക് ഇന്ധനം കൊടുക്കാത്തതിന്റെ പേരിലാണ് നാഷണലൈസേഷൻ വന്നത്. BPL, ഇന്ത്യൻ ഓയിൽ കമ്പനി, ഹിന്ദുസ്ഥാൻ പെട്രോൾ, അത് മുഴുവൻ ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കുകയാണ്. അപ്പൊ സ്വകാര്യവൽക്കരണം ഒരു അജണ്ടയായി, അതായത് രാജ്യം വിറ്റു തുലയ്ക്കുക എന്നുള്ളൊരു അജണ്ടയായി മാറിയിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഇനിയും ഇന്ത്യ ഭരിച്ചാൽ നമ്മുടെ രാജ്യം കുപ്പകുത്തും, സാമ്പത്തിക രംഗത്ത് കുപ്പകുത്തും. അവസാനം ഭിക്ഷാപാത്രമായി ലോകരാഷ്ട്രങ്ങൾക്ക് എന്താ നടക്കേണ്ട ഗതി ഉണ്ടാവും ഈ ഭരണം തുടർന്നാൽ. അതുകൊണ്ട് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അവർ പിടിച്ചു നിന്നു. കാരണം ജനങ്ങൾ, കർഷകർ 1 വർഷം സമരം ചെയ്തിട്ടും ഈ മഹാമാരിയായിട്ട് പോലും ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട്, ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ട് സമരം പരാജയപ്പെട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ജൂണിലുണ്ടായിരിക്കുന്ന 300 ദശലക്ഷം ടണ്ണാണ് നമ്മുടെ പവർ സ്റ്റോക്ക്. ഒരു MP എന്ന നിലയ്ക്ക് ഞാൻ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. നമ്മുടെ FCI ബോർഡും സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനില് ഇത്തവണത്തെ വിളവ് വന്നതിന്റെ കണക്കേ ഇല്ല. 300 ദശലക്ഷം ടൺ കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ 2020. ഈ സമരം ആരംഭിച്ചതിന് ശേഷം കണക്കെടുപ്പ് നടന്നിട്ടില്ല. ഭക്ഷ്യരംഗത്ത് എത്രമാത്രം തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ വിളവെടുപ്പിന്റെ കണക്ക് ഈ 20 കിട്ടിയ പോലെ കിട്ടിയെങ്കിലേ 300-ഉം ഇപ്പോൾ നമ്മളുടെ വ്യത്യാസം കണക്കെടുക്കാൻ പറ്റുമോ? ആ കണക്ക് വരാത്തിടത്തോളം കാലം ഈ ഭക്ഷ്യസമരം രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിന്റെ ഒരു തോത് നമുക്കിപ്പോൾ കണക്കാക്കാൻ പറ്റില്ല. ഒരു നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ആ ബില്ലിന്റെ കോപ്പി മെമ്പർമാർക്ക് കൊടുക്കണം. ബില്ലിനെ കുറിച്ച് മെമ്പർമാർ പഠിക്കണം. ബില്ലിനെ കുറിച്ച് ഒരു ചർച്ച വിളിച്ചു കൂട്ടണം. ചർച്ചയിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കണം. അവിടെയും തർക്കം വന്നാൽ പാർലമെന്റിൽ ബില്ല് അവതരിക്കുന്നത് സെലക്ട് കമ്മിറ്റിക്ക് വിടണം. സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒരു സമിതിയാണ് സെലക്ട് കമ്മിറ്റി. ആ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടാൽ അവിടെ ഒരു സമന്വയം ഉണ്ടാക്കാം, ഒരു സമവായം ഉണ്ടാക്കാം, അവിടെ ചർച്ച നടക്കും. അപ്പൊ പൊതുവായി ഏതാണ്ട് 500-ലധികം സംഘടനകൾ സമരരംഗത്തേക്ക് വരാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സെലക്ട് കമ്മിറ്റിക്ക് ബില്ല് അയച്ച ആ ബില്ല് അവിടെ ചർച്ച ചെയ്തിട്ട് പാർലമെന്റ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചില്ല. ഇപ്പോൾ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ഒരു ഘടകം തന്നെയാണ്. മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തും ചെയ്യാം. പ്രതിപക്ഷം ദുർബലമാണ്. ആ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന് മുഖവിലേക്ക് എടുക്കാതെ ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ അധികാരത്തിന്റെ ദാർഷ്ട്യം ഭൂരിപക്ഷം ഇക്കാര്യം ഉപയോഗിച്ച് പാസ്സാക്കിയതിന്റെ ഫലമാണ് ബില്ല് പിൻവലിക്കേണ്ടി വന്നത്. നേരെ മറിച്ച് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പ്രതിപക്ഷങ്ങളുമായി കൂടിയാലോചന നടത്തി വേണ്ട തെറ്റുകളും തിരുത്തലുകളും ഒക്കെ വരുത്തിയിരുന്നെങ്കിൽ ഈ ബില്ല് പിൻവലിക്കേണ്ട ഗതികേട് വരില്ല. അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഈ സർക്കാരിനെ കൂട്ടിച്ചെന്നത് എന്തിന്റെ പേരിലായാലും. ഇപ്പൊ നമുക്കറിയാം, ഇത് ഇന്ത്യയിലെ കർഷകരെ പറ്റിക്കാനാണ് ഈ നിയമം. അതുകൊണ്ടാണല്ലോ അവർ സമരം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് വിശ്വാസമില്ലെന്നുള്ളതിന് തെളിവില്ലേ പ്രധാനമന്ത്രി പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ച് ബില്ല് പിൻവലിക്കാന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞത്? ബില്ല് ഒരു നിയമമായി കഴിഞ്ഞു. ആ നിയമം പ്രധാനമന്ത്രിക്ക് എന്താ അവകാശം പിൻവലിക്കാൻ? ഡിക്ലെയർ ചെയ്യാം. പക്ഷേ നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് പാസ്സാക്കിയ നിയമം പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് പിൻവലിക്കാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാത്തവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം എന്ന കർഷകരും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിലക്കയറ്റത്തെ കുറിച്ച് പറയുമ്പോൾ കേരള ഗവൺമെന്റും അതിനകത്തുണ്ട്. 15 പ്രാവശ്യം ഉമ്മൻചാണ്ടി വില കൂട്ടി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി 15 വർഷം കൂട്ടി എത്രയാണെന്നും ഇപ്പൊ ഇവർക്ക് കിട്ടുന്ന എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഉമ്മൻചാണ്ടി കൂട്ടിയ കാശ് ഞങ്ങളെ കൊടുത്തേക്കാം, ഇവര് കൂട്ടിയ കാശ് പിൻവലിക്കാം. പ്രസിഡന്റല്ലോ 13 പ്രാവശ്യം പിൻവലിച്ച് കൂട്ടിയെന്ന് പറയുമ്പോൾ നിസ്സാരമായ പൈസയാണ് 13 പ്രാവശ്യമായിട്ട് കൂട്ടിയത്. ഇവർ 2 പ്രാവശ്യമായി കൂട്ടിയത് 50 പ്രാവശ്യം ഉമ്മൻചാണ്ടി കൂട്ടിയാൽ കൂടാത്ത എമൗണ്ടാണ് ഇവർ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ് GST കൗൺസിൽ
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജനങ്ങളല്ല പ്രശ്നം, എങ്ങനെയെങ്കിലും ഭരിച്ച് 5 കൊല്ലം കൂടെ പൂർത്തിയാക്കണം. അതിനാണ് ലക്ഷ്യം. ഇന്ന് കേരള ഗവൺമെന്റിന്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് ബഡ്ജറ്റിനകത്ത് ഇത് രണ്ടുമാണ്. ഒന്ന് ലിക്കറാണ്, ഒന്ന് ഈ പെട്രോളിന് കിട്ടുന്ന GST വരുമാനമാണ്. വേറെ ഒന്നുമില്ല. ബാക്കി ആളുകളെ പറ്റിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ ഇത്ര ശതമാനത്തിൽ കൂടുതൽ പിന്നെ ലോൺ എടുക്കാൻ പറ്റില്ല. കിഫ്ബിയൊക്കെ ശുദ്ധ തട്ടിപ്പാണ്, മസാല തട്ടിപ്പാണ്. കാരണം അങ്ങനെ ഒരു കടമെടുത്താൽ ഇതിന്റെ ജാമ്യക്കാരാരാണ്? കേരളത്തിലെ പൊതുജന സമൂഹമാണ്. അപ്പോൾ കിഫ്ബിയുടെ പേരിൽ എടുക്കുന്ന പണം മുഴുവൻ അതിന്റെ പലിശ കൊടുക്കേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്, കേരളത്തിലെ ജനങ്ങളാണ്. അപ്പോൾ കിഫ്ബി കേന്ദ്ര ഗവൺമെന്റിനെയും ജനങ്ങളെയും പറ്റിക്കാനാണ്. കാരണം ഇതിനകത്ത് ബഡ്ജറ്റിനകത്ത് പെടുത്താതെ കിഫ്ബി ഒരു ബാഹ്യ ഏജൻസിയായി പ്രവർത്തിച്ച് ആ പണം കടമെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. ഇവിടെ കേരളത്തിലെ ധനകാര്യമന്ത്രി നഖശിഖാന്തം GST എതിർക്കുന്നു. GST വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയില്ലെങ്കിൽ പിന്നെ അതിന് GST പെടുത്തിയാൽ പോലെ. കേരളത്തിലെ ധനകാര്യമന്ത്രി പറയണം, ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനിയിൽ നിന്ന് എടുത്ത് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. അതിന്റെ ടാക്സ് തീരുമാനിക്കാനുള്ള GSTക്ക് വിടുന്നു. അങ്ങനെ GSTക്ക് വിട്ടാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയില്ലെങ്കിൽ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സമരം ചെയ്യാം. ഇത് തങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായി തങ്ങൾ നിരപരാധികളാണ് വരുത്താൻ തീരാൻ വേണ്ടി സമരവും ഭരണവും ഒരുമിച്ച് നടത്തുകയാണ്. ഭരിക്കുന്നവര് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എന്നിട്ട് അവർ സമരം ചെയ്യുക. ഇന്നത്തെ സമരം ജനങ്ങളോടുള്ള കടുത്ത പിന്നെ വഞ്ചനയാണ് നടത്തിയത്. അതൊരു ആത്മവഞ്ചന കൂടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സമരം ഒരു ആത്മവഞ്ചനയാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും ചെയ്യാതെ കേന്ദ്രത്തിനെതിരെ മാത്രം സമരം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ടാക്സ് പിൻവലിക്കണം. ഈ പറയപ്പെടുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില മുഴുവൻ സർചാർജുകളാണ്, നികുതികളാണ്. അത് മാറ്റിയാൽ 50 രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ കൊടുക്കാം, ഡീസലിന് 40 രൂപയ്ക്ക് കൊടുക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും വിചാരിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നാണയപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഉദ്ഘാടന സമ്മേളനമൊക്കെ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും DC പ്രസിഡന്റ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഉദ്ഘാടനം എന്താ ഒരു സമാപനം വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ സജീവമായ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാവുന്ന വിഷയമാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുക, വൈകിട്ട് സമാപിക്കുക. വൈകിട്ട് ഒരു വലിയ കലാപരിപാടി, നാടൻ കലകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു രാത്രിയിലൊരു പരിപാടി. പിറ്റേന്നാണ് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ള ആളുകളുമായിട്ടൊരു ഇന്ററാക്ഷൻ. ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് ഈ ഗവൺമെന്റ് മൂലം ജനങ്ങൾ അനുഭവിക്കുന്നത്, അതിനെക്കുറിച്ച് ഇന്ററാക്ഷൻ. അതിനുശേഷം പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടാണ് ജാഥ ആരംഭിക്കുന്നത്. രാത്രിയിൽ MP-മാർ ഈ ജാഥ അവസാനിക്കുന്ന സ്ഥലത്ത് കിടന്ന് ഉറങ്ങുക, രാവിലെ 7 മണിക്ക് പ്രഭാതം ചെയ്തു. അതൊക്കെ കോൺഗ്രസിന്റെ ഒരു പുതിയ സമരമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ യോഗങ്ങളും ആരംഭിക്കുന്നത് വന്ദേ മാതരത്തിൽ തുടങ്ങി ജനഗണമനയിലാണ് അവസാനിക്കുന്നത്. കോൺഗ്രസിന് അതൊരു പുതിയ പരീക്ഷണം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം യൂണിറ്റ് കമ്മിറ്റികൾ അതെ CUC-യുടെ രൂപീകരണം DCPC പറയും. CUC-യുടെ രൂപീകരണം 1ാം ഘട്ടം ഈസ്റ്റ് ഇടലി പഞ്ചായത്തിൽ പൂർത്തിയായി. 2ാം ഘട്ടം ഈ ജില്ലയിലെ 10 പഞ്ചായത്തുകൾ പൂർത്തിയായിരുന്നു. 3ാം ഘട്ടം 14 പഞ്ചായത്തുകൾ ഘട്ടം ഘട്ടമായിട്ടാണ് പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ മുഴുവനായിട്ട് പൂർത്തിയാവും. മുഴുവൻ എന്തായാലും ജനുവരി മാസത്തോടുകൂടി മുഴുവനായി പൂർത്തിയായി. ഇപ്പോൾ കോൺഗ്രസിന്റെ ജില്ലയിൽ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 4000-ഓളം CUC ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ട് സംഘടനാ രീതിയിൽ ബൂത്ത് കമ്മിറ്റികളാണ്. ഇപ്പൊ ആ ബൂത്തിന് കീഴിൽ 20 വീടുകൾക്ക് ഒരു CUC കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി, 20 കോൺഗ്രസ് വീടുകൾക്ക് ഒരു CUC. 5 യൂണിറ്റ് മിനിമം 5 യൂണിറ്റ് നിർബന്ധം